പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11. പ്രധാന വാർത്തകൾ. റമസാനിലെ റോയൽ ഒമാൻ പോലീസിന്റെ വിവിധ സേവന വിഭാഗങ്ങളിലെ സമയക്രമം പ്രഖ്യാപിച്ചു. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആയിരിക്കും പ്രവർത്തിക്കുകയെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. റമസാനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അവസരമൊരുക്കി പ്രമുഖ വ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഒമാനിലെ 8ാമത് ശാഖ ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇബ്രി വാലി ഷെയ്ഖ് സയ്യിദ് ബിൻ ഹുമൈദ് ബിൻ അബ്ദുള്ളയും റീജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീനും ചേർന്ന് ഉപഭോക്താക്കൾക്കായി ഹൈപ്പർ മാർക്കറ്റ് തുറന്നുകൊടുത്തു. ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ അബ്ദുൽ ഗഫൂർ കൊടപ്പനക്കൽ, ഓപ്പറേഷൻ മാനേജർ ഇബ്രാഹിം, ഫിനാൻസ് മാനേജർ ജോർജ് മാത്യു, വ്യാവസായിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പഴയ സ്കൂൾ ബസ്സുകൾക്ക് പകരം പുതിയ സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയവും വാഹന നിർമ്മാണ കമ്പനിയായ കർവ മോട്ടോഴ്സും തമ്മിൽ ധാരണയിലെത്തി. പ്രതിവർഷം 1000 ബസ്സുകൾ വീതം 5 വർഷങ്ങൾ കൊണ്ട് 5000 ബസ്സുകളാണ് ലഭ്യമാക്കുക. ഒമാൻ വികസന ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ബസ്സുകളാണ് കർവ മോട്ടോഴ്സ് നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക സംവിധാനങ്ങളും കർവ ബസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ വിവിധ സർക്കാർ ഏജൻസികൾക്കും ആവശ്യമായ ബസ്സുകൾ കർവ മോട്ടോഴ്സ് നിർമ്മിച്ചു നൽകും. ഒമാനിൽ ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ഷഅബാൻ 30 പൂർത്തിയാക്കി നാളെ റമസാൻ മാസം ആരംഭിക്കുമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന് കീഴിൽ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ചന്ദ്രപ്പിറവി ദൃശ്യമാകാത്തതിനാൽ മതകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ റമസാൻ 1 ചൊവ്വാഴ്ച ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം UAEയിലും സൗദി അറേബ്യയിലും ഉൾപ്പെടെ ഇതര ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് റമസാൻ 1 കേരളത്തിൽ ഷഅബാൻ 29 ഇന്ന്. വെളിപ്പാടകലെ എത്തിയ റമസാനെ സ്വീകരിക്കാൻ മനസ്സിനെ ഒരുക്കി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. പ്രേം നസീർ സുഹൃത്ത് സമിതി വനിതാ വിഭാഗം രൂപീകരണവും വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു. വനിതാ വിഭാഗം കൺവീനർ ഫൗസിയ സനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റസിയ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ നീന മാലിക് ആഷിഖ് മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. പുതുപ്പള്ളി MLA, ചാണ്ടി ഉമ്മൻ MLA, OICC ഒമാൻ പ്രസിഡന്റ് സജി ഔസഫിന്റെ നേതൃത്വത്തിൽ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ചാണ്ടി ഉമ്മൻ ഒമാനിലെത്തിയത്. തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി പുതുപ്പള്ളിയിൽ ഓഫീസ് തുറന്ന് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ഒമാൻ OICC നേതാക്കളെയും പ്രവർത്തകരെയും അദ്ദേഹം അഭിനന്ദിച്ചു. സമുദ്ര പൈതൃകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വള്ളംകളി ഇന്ന് അരങ്ങേറും. ആവേശത്തിന് തീർത്ത് പരമ്പരാഗത രീതിയിൽ അരങ്ങേറുന്ന വള്ളംകളിയിൽ വിവിധ പ്രാദേശിക ക്ലബ്ബുകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് 7 തുഴച്ചിൽ വള്ളങ്ങൾ മത്സരിക്കും. സൂർ ക്ലബ്ബുകൾ മുതൽ അൽ ഉറൂബ ക്ലബ്ബ് വരെയുള്ള വള്ളംകളിയിൽ പേരുകേട്ട ടീമുകൾ ഇത്തവണയും മത്സര രംഗത്തുണ്ട്. സുരക്ഷിതമായ മത്സര സാഹചര്യം ഒരുക്കുന്നതിന് അധികൃതർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. സാംസ്കാരിക കായിക യുവജന വകുപ്പിനാണ് മത്സരത്തിന്റെ മേൽനോട്ടം. റമസാൻ മാസത്തിൽ സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചുള്ള ജോലി സമയം ഈ വർഷവും തുടരും. ജീവനക്കാർക്ക് ഇത് ഏറെ ആശ്വാസകരമാകും. നഗരത്തിലുൾപ്പെടെ രാവിലെയും ഉച്ച സമയങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കൊഴിവാക്കുന്നതിനും ഇത് വഴിവെക്കും. ഇഷ്ടസമയം തിരഞ്ഞെടുത്ത് ജോലിക്കെത്താനാവുന്നത് തിരക്കൊഴിവാക്കാനുള്ള യാത്രയ്ക്ക് ഗുണകരമാകും. ഫ്ലെക്സിബിൾ സംവിധാനമനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം. എന്നാൽ യൂണിറ്റ് മേധാവികൾക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12, 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി, 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി, രാവിലെ 10 മുതൽ വൈകിട്ട് 3 എന്നിങ്ങനെയുള്ള തൊഴിൽ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. സർക്കാർ ജീവനക്കാർ ഒരുമിച്ച് ഓഫീസുകളിലെത്തുന്നതും ജോലി കഴിഞ്ഞിറങ്ങുന്നതും ഫ്ലെക്സിബിൾ സംവിധാനം വഴി ഒഴിവാക്കാനാകും. ഇത് നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കും. 3 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഖസബ് വിലായത്തിലെന്ന് കാർഷിക ഫിഷറീസ് മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. 90 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. സിനാവ്, ആദം, അൽ ഖാബിൽ, നിസ്വ, മഹ്ദ വിലായത്തുകളാണ് യഥാക്രമം തുടർന്നുള്ള സ്ഥാനങ്ങളിലെന്നും
മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 3 ദിവസത്തിനിടെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം 109 പേരെ രക്ഷപ്പെടുത്തി. 108 അടിയന്തര സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 39 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. എവിടെയും ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങി. ഇന്നലെയും ചില പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ICF സംഘടിപ്പിച്ച മാസ്റ്റർ മൈൻഡ് ക്വിസ് മത്സരത്തിൽ ഒമാൻ ദേശീയ തലത്തിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കി ഇബ്രി ICF മബ്രൂക്ക് മദ്രസ വിദ്യാർത്ഥികൾ. മാസിൻ മുനീർ, ഷസ റഷീദ് എന്നീ വിദ്യാർത്ഥികളാണ് മികച്ച വിജയം സ്വന്തമാക്കിയത്. വിജയികൾക്കുള്ള അവാർഡ് ദാനവും അനുമോദനവും മദ്രസാങ്കണത്തിൽ നടന്നു. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളായ ET മുഹമ്മദ് ബഷീറിൻ്റെയും ഡോക്ടർ MP അബ്ദുസമദ് സമദാനിയുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും പോസ്റ്റർ പ്രകാശനവും സലാല മ്യൂസിക് ഹാളിൽ വെച്ച് നടന്നു. KMCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് പുറമണ്ണൂരിൻ്റെ അധ്യക്ഷതയിൽ KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ ഉദ്ഘാടനം ചെയ്തു. VC മുനീർ മുട്ടുങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. മുദൈബി ഗവർണറേറ്റിൽ കാർഷിക, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം നിർമ്മിച്ച പുതിയ മത്സ്യ മാർക്കറ്റ് തുറന്നു. റമസാന് മുന്നോടിയായി നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി മാർക്കറ്റ് തുറക്കുകയായിരുന്നു. 920 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 3,65,000 റിയാൽ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 14 സ്റ്റാളുകളും മത്സ്യം വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങളും മാർക്കറ്റിൽ സംവിധാനിച്ചിട്ടുണ്ട്. മത്സ്യം സൂക്ഷിക്കുന്നതിനുള്ള വിശാലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റമസാന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെത്തിയ ശക്തമായ മഴ വിപണിയെയും സാരമായി ബാധിച്ചു. ചെറുകിടക്കാരെയും സൂക്കുകളെയും പരമ്പരാഗത വാണിജ്യ കേന്ദ്രങ്ങൾക്കുമാണ് മഴ കൂടുതൽ വില്ലനായത്. മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കടകൾ പലതും അടഞ്ഞുകിടക്കുകയും ഉപഭോക്താക്കൾ പുറത്തിറങ്ങാൻ മടിക്കുകയും ചെയ്തതോടെയാണ് റമസാനിന് മുന്നോടിയായുള്ള വിപണിയിൽ തിരിച്ചടിയുണ്ടായത്. മത്ര സൂക്ക് കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്നു. മഴമേഘം നിറഞ്ഞു നിന്നത് ആളുകളെ വിപണിയിലെത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. റമസാനിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായി വാണിജ്യ കേന്ദ്രങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങിയിരുന്നു. വീട്ടുപകരണങ്ങളും അലങ്കാര സാധനങ്ങളും വസ്ത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളുമായി വലിയ ശേഖരമാണ് ഒരുക്കിയിരുന്നത്. റമസാൻ വിപണി പ്രതീക്ഷിച്ച് വലിയ തോതിൽ ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ സ്റ്റോക്ക് ചെയ്തത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.